വിഷു ആശംസകൾ എല്ലാവർക്കും ഹാപ്പി വിഷു. ലത ചേച്ചി പറയായിരുന്നു ഈ ഡ്രസ്സിലല്ലാതെ ലത ചേച്ചിനെ കണ്ട ആർക്കും ഞാൻ പറയായിരുന്നു ഇന്ന് വിഷു ആയിട്ട് നമുക്കൊരു സാരി ഒക്കെ എടുത്തോണ്ട് വരായിരുന്നു. അതാണ് ഇത് കാണുമ്പോ നമുക്ക് തോന്നുമോ ഇത് നമുക്ക് ഇപ്പൊ ചെയ്തെടുക്കാലോ. അത് അപ്പൊ അറിയാതെ നമ്മൾ ഈ കരിയേപ്പില ഇതിലേക്ക് ഇട്ട് ഇത് മറ്റേ സുരേഷ് ഗോപിയൊക്കെ നോക്കുന്നതല്ലേ. മമ്മി ഇതേ വള വരെ ഇട്ട് കൊടുക്കുന്നു. അയ്യോ ഇതിക്കുള്ള അംഗീകാരം എന്ത് വേണം. ഹായ് ഗായ്സ്, ഹാപ്പി വിഷു. ഹാപ്പി വിഷു എവരിവൺ. ആദ്യമേ തന്നെ അത് കാണിച്ചിട്ട് ബാക്കിയുള്ള പരിപാടിയിലേക്ക് പോവാ അല്ലേ. ഇത് സാരി പ്രാണയുടെയാണ്. പ്രാണയുടെ പുതിയ കളക്ഷൻ സാരിയാണ്. പ്രാണയുടെ ബ്ലൗസും പ്രാണയുടെ സാരി പച്ച കുപ്പി വളയും. അപ്പൊ ഞാൻ അതൊന്ന് ലോഗായിട്ട് കാണിക്കട്ടെ. ഫുൾ സാരി അടിപൊളിയായിട്ടില്ലേ. ഇത് ആനച്ചന്തം എന്നുള്ളൊരു ഹിറ്റ് അത് പണ്ടുണ്ടായിരുന്നല്ലോ. അതിന്റെ തന്നെ വേറൊരു വേർഷൻ ആണിത്. ബോർഡറിൽ ആനയുടെ പ്രിന്റ് വരും. ഇവിടെ ഇങ്ങനെയും പ്രിന്റ് വരും. ഇതിന്റെ ബാക്കില് കസവും. ഇതിന്റെ ബ്ലൗസ് ശരിക്കും പറഞ്ഞാൽ വേറെയാണ്. പക്ഷെ ഞാൻ ഇത് മാച്ച് ആയത് കൊണ്ടിട്ട് മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ചെയ്തെടുത്തിട്ടു. പ്രാണെ പോയ ഇതിന്റെ ബ്ലൗസും സാരി എല്ലാം നിങ്ങൾക്ക് കാണാം. ആനച്ചന്തം എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് പോയാൽ മതി. ഇത് ഭയങ്കര സംഭവമാണ്. അപ്പൊ നമ്മളിപ്പോ വന്നിരിക്കുന്ന കാര്യങ്ങളും കൂടെ പറയൂ. നമ്മളിപ്പോ വിഷു സ്പെഷ്യൽ വ്ളോഗ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്പെഷ്യലായ പേഴ്സണെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമ്മുടെ എല്ലാമായ ലതാ ഷെഫ് മാമാണ് നമ്മുടെ ഇന്നത്തെ വിഷു ഗസ്റ്റ് അല്ലേ ഗൈസ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹയാത്തിൽ വന്നിരിക്കുകയാണ്. പക്ഷെ എപ്പോഴും വന്ന പോലെ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ഇവിടുത്തെ ഇവന്റ് കാണിക്കാനോ ഒന്നുമല്ല നമ്മൾ വന്നിരിക്കുന്നത്. ഷെഫ് ലതയുടെ ലത പാചകം എന്ന് പറഞ്ഞൊരു ബുക്കിലെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പീസ്. എനിക്കൊന്ന് നമുക്ക് വിഷു ബന്ധപ്പെട്ട് ഇങ്ങനത്തെ ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാനാണ് ഏറ്റവും താല്പര്യം. കുറച്ച് ഡിഫറെൻറ്റും ആയിരിക്കുമല്ലോ. അതുപോലെ ഈ ഷെഫിന്റെ നിങ്ങൾക്കും വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള റെസിപ്പീസ് നമുക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. സോ ഷെഫ് ലതയുടെ ഒരു എക്സ്ക്ലൂസീവ് കുക്കിംഗ് വീഡിയോ ആയിരിക്കും ഇത്. അതിലൂടെ കുറച്ച് വിഷു വിശേഷങ്ങളൊക്കെ കാണും. മമ്മിയുടെ സാരിനെ കുറിച്ച് പറഞ്ഞില്ല. മമ്മി ഹാപ്പി വിഷു. എന്താണ് ഓണത്തിനടുത്താണോ? ഓക്കെ. ഓർണമെന്റ്സാ പഴയ ആളായതുകൊണ്ട് എല്ലാം പഴയതാ. പ്രാണയല്ല അപ്പൊ ഇത് പ്രാണയല്ല, ബാങ്കോക്ക് ഫാഷനും അല്ല. മമ്മിയുടെ ഓൺ. ഇൻട്രൊഡ്യൂസ് നമ്മുടെ ഇന്നത്തെ സ്റ്റാറുടെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്റ്റാർ ലതാ ഷെഫ് മാം ആണ്. ഈ ലതാ ചേച്ചി പറയായിരുന്നു ഈ ഡ്രസ്സിലല്ലാതെ ലതാ ചേച്ചിനെ കണ്ട ആർക്കും മനസ്സിലാവില്ല. ഞാൻ പറയായിരുന്നു ഇന്ന് വിഷു ആയിട്ട് നമുക്കൊരു സാരി ഒക്കെ എടുത്തോണ്ട് വരായിരുന്നു. ഈ ഡ്രസ്സിനല്ലേ അറിയുള്ളൂ എല്ലാവർക്കും. എല്ലാവർക്കും എന്നെ ഇങ്ങനെയാണ് അറിയാം. എന്റെ യൂണിഫോം ഇല്ലാത്ത ഷൂട്ടിംഗ് കണ്ട ആർക്കും മനസ്സിലാവില്ല. ഞങ്ങൾക്കും മനസ്സിലാവില്ല ഇത്രയും വർഷമായി കാണണമെന്നെങ്കിലും. എല്ലാം എവിടെയോ കണ്ട പരിചയം അങ്ങനെ തോന്നുന്നു. ഈ ഡ്രസ്സും തൊപ്പിയൊന്നും ഇല്ലാതെ ആർക്കും മനസ്സിലാവില്ല. ഐഡന്റിഫിക്കേഷൻ മാർക്ക് തന്നെ ഇതാണ്. ഈ ചന്ദ്രപൊട്ടും ഈ യൂണിഫോമും. പ്രിയനോട് പറഞ്ഞേ സാരി നല്ല കസവ് സാരിയൊക്കെ കൊടുക്കാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞേ എന്തിനല്ലേ അത് അവിടെ പോയാലേ അപ്പൊ ഷെഫ് ഹാപ്പി വിഷു. അപ്പൊ എന്താണ് നമ്മുടെ സ്പെഷ്യൽ ഇന്ന് ചെയ്യാൻ പോകുന്നത്? ഞാൻ മാമ്പഴം എനിക്ക് നാട്ടുമാങ്ങ കിട്ടിയില്ല. ഉള്ള മാങ്ങ കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാണ്. കാരണം നമ്മുടെ വീട്ടിലാകുമ്പോൾ നമുക്ക് ചിലപ്പോൾ നാട്ടുമാങ്ങയൊന്നും കിട്ടിയെന്ന് വരില്ല. ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെ പുളിശ്ശേരി ഉണ്ടാക്കാം. അതുണ്ട്, നമ്മൾ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഷെഫ് വരെ ചെയ്തു. അങ്ങനെ നമ്മുടെ കോയിൻസിഡൻസ് ആയി വന്നു. ഫ്രൂട്ട്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരു പായസം. മിക്സഡ് ഫ്രൂട്ട് പായസം എല്ലാ വീട്ടിലും ഫ്രൂട്ട്സ് ബാക്കിയാകുമ്പോൾ വലിച്ചറിയും. അപ്പൊ ഇതെങ്ങനെ പ്രിസർവ് ചെയ്ത് വെക്കാം, എങ്ങനെ പായസം ഉണ്ടാക്കാം. അപ്പൊ അത് രണ്ട് സാധനങ്ങളാണ് ഞാൻ കാണിച്ചത്. അടിപൊളി. പിന്നെ വിഷു ആയതുകൊണ്ട് ഞാൻ നോൺ വെജ് ഒന്നിലേക്ക് കേറിയിട്ടില്ല. വേണ്ട, ഇതെല്ലാം നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ സംഭവം. ഫ്രൂട്ട്സും വരും. അതെ, ആ കണി വെച്ച് കഴിഞ്ഞിട്ട് വേസ്റ്റ് ചെയ്യാതെ എങ്ങനെ ചെയ്യാന്നുള്ള ഒരു സംഭവമായിരിക്കും നമ്മൾ ഇന്ന് കാണിച്ചു തരുന്നത്. തുടങ്ങാലോ? അപ്പൊ നമുക്ക് റേഞ്ച് ഓൺ ചെയ്യാം. ഓക്കെ. അതാണ് ഇത് കാണുമ്പോ നമുക്ക് തോന്നുമോ ഇത് നമുക്ക് ഇപ്പൊ ചെയ്തെടുക്കാലോ. അത് ശരിയാ, അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ എന്തായാലും നിത്യതൊഴിൽ അഭ്യാസമല്ലേ. ഇപ്പൊ പാത്രങ്ങളും എല്ലാം പോകുന്ന സ്പീഡ് നോക്കിക്കോട്ടാ. അത് തന്നെ ഒരു കലയാണ്. ഇത് നമ്മൾ രണ്ട് സാധനങ്ങളും കൂടി എത്ര ടൈം കൊണ്ട്, നിങ്ങളിപ്പോ ടൈം നോക്കുക, എത്ര ടൈം കൊണ്ട് നമ്മൾ പുളിശ്ശേരിയും പായസം കൂടെ ഒന്നിച്ചുണ്ടാകുന്നത്. രണ്ടടുപ്പുണ്ടാവും. എല്ലാ വീട്ടിലും 4 അടുപ്പുണ്ടാവും. അപ്പൊ 2 അടുപ്പില് എങ്ങനെയാണ് എത്ര സ്പീഡിൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മള് ഇതില് ഞാന് പുളിശ്ശേരിക്കുള്ള വെളിച്ചെണ്ണ വെച്ചു. എല്ലാം ഒന്നിച്ചാണ്, ഒന്നും പിന്നെ കടുവറക്കാനൊന്നും പാടില്ല. ഉലുവ ഇട്ടു,
വറ്റൽമുളക് അത്ര മതി. മാത്രം മതി. വറ്റൽമുളകും കരിവേപ്പിലയും. അതോടെ ഇങ്ങനെ നീ ഒന്നാവുമ്പോഴേക്കും ഇതെല്ലാം ഒരുമിച്ച് ഇടും അല്ലേ? എല്ലാം ഒരുമിച്ച്. വേറെ പരിപാടികളൊന്നുമില്ല. ഇവിടെ ചൂടായി വരുന്നത്. ഇത് പായസത്തിന്റെ. നമ്മൾ നെയ്യ് ഒഴിച്ചു. അപ്പൊ അറിയാതെ നമ്മൾ ഈ കരിവേപ്പില ഇതിലേക്ക് ഇട്ട് അത് വരില്ലല്ലോ, ഞങ്ങൾ വരില്ല. ഇതില് കരിവേപ്പില വരും, ഇതില് പഞ്ചസാര വരും. കാഷ്യൂ ഒന്ന് മൂത്തതിന് ശേഷം കിസ്മിസ് ഇടാൻ പാടുള്ളൂ. അപ്പൊ ഒരുമിച്ച് ഇടാൻ പാടില്ല. ഇല്ല, ഒരുമിച്ചിട്ടാല് കരിഞ്ഞു പോകും. അതെ. എത്ര നേരം എടുക്കും ഇത്? ഇതൊരു രണ്ടും കൂടെ ഒരു 20 മിനിറ്റ് കൊണ്ട് ചെയ്തു. രണ്ട് പായസവും പുളിശ്ശേരി. കടുക് വേണമെന്നില്ല. കടുക് എന്താണെന്നറിയാം, ഈ നമ്മൾ വെച്ചിരിക്കുന്ന സാധനത്തിലൊന്നും കടുക് ഒരുപാട് ഇടരുത്. നമ്മൾ പുളിശ്ശേരിയാണെങ്കിൽ 2 ദിവസം 3 ദിവസം വെക്കില്ലേ, പെട്ടെന്ന് കേടാവും കടുക് ഇട്ടാൽ. അതൊക്കെ ഇൻസൈഡർ ടിപ്സാ. കടുക് നിലത്ത് വീണ് പോയാൽ വാരിയിട്ട് അടുപ്പിൽ കൊണ്ടിടും. കത്തിച്ച് കളയട്ടെ ഇത്. ഇത് ഒരു മാങ്ങയാണോ? ഒരു മാങ്ങയുടെ പകുതിയേ ഉള്ളൂ. ഇപ്പം നമ്മൾ രണ്ടുപേരൊക്കെ ഉള്ള രണ്ടുപേരൊക്കെ ആകുമ്പോൾ ഒരു പകുതി മാങ്ങയുടെ ആവശ്യമേ വരുന്നുള്ളൂ. നല്ല പഴുത്ത മാങ്ങ, നല്ല മധുരമായിരിക്കും. അപ്പോൾ നല്ല മധുരം. ഇത് കുറച്ച് മുളക് പൊടി ഇട്ടു, വളരെ കുറച്ച് മുളക് പൊടിയൊക്കെ മതി. 2 പീസ് പച്ചമുളക് ഇട്ടു. പച്ചമുളക്, ഇത്തിരി മഞ്ഞപ്പൊടി. ഇനി വെള്ളം. വെള്ളമൊക്കെ റെഡി വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒന്ന് അവിടെ കിടന്ന് വെന്തോട്ടെ. അപ്പോൾ ഈ നമ്മൾ ഇത് ഏകദേശം ഒന്ന് റെഡിയായി വരുന്നുണ്ട്. അപ്പുറത്തേക്ക് പോയി. എന്താ റോബോട്ട് പോലെ ഉണ്ട് കേട്ടാ. കിസ്മിസ് ഇല്ലെങ്കിൽ കരിയും, നമ്മൾ വിചാരിച്ച പോലെ ആവില്ല. ചന്ദ്രക്കാരൻ മാമ്പഴാണ്. ചന്ദ്രക്കാരൻ കിട്ടിയില്ലല്ലോ. അങ്ങനെ പേടിക്കേ വേണ്ട. ഇത് റെഡിയായി. നല്ല പഴുക്കണമെന്നേ ഉള്ളൂ. ഇത് റെഡിയായി. നമ്മളിതാ പഴവും ആപ്പിളും കട്ട് ചെയ്ത് വെച്ചതാണ്. പഴവും ആപ്പിളും മാംഗോയും. നമ്മളിത് എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതെല്ലാം ഇടാം. എല്ലാം ഇടാം. പൈനാപ്പിളും ഇടാം, ചക്ക ഇടാം. എന്ത് ബാലൻസ് വരുന്നു അതൊക്കെ ഉപയോഗിക്കും. വേസ്റ്റേ ആവില്ല, എല്ലാരും കഴിക്കുകയും ചെയ്യും. അതെ, ഇത് തിളച്ചോണ്ടിരിക്കുവാണ്. ഇതില് നമുക്ക് ഇവിടെ ഇതാ ഇച്ചിരി പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്തിനാന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് കുക്കാവാൻ വേണ്ടിട്ട്. പഞ്ചസാര ചൂട് കട്ടിയിട്ട് ഇത് പെട്ടെന്ന് കുക്കാവും. എന്നാ കരിയും ചെയ്യില്ല. പഴം മാത്രമാകുമ്പോ കരിയും. അപ്പൊ ഇതൊക്കെ ഇൻസൈഡർ ടിപ്സ് ആണ് കേട്ടോ. ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചോ. ഇല്ല അതൊന്നും ആവില്ല. ഇതിൽ നമ്മൾ ഉപ്പിട്ടിട്ടില്ല. കുറച്ച് ഉപ്പിടുക ഇതില്. കുറച്ച് ഉപ്പിടുക. ഒരു ഡിസേർട്ട് കൗണ്ടറിന്റെ മണം കേട്ടാ ആയിരിക്കും. നിങ്ങൾ എല്ലാരും ട്രൈ ചെയ്യാട്ടോ. ഒരു ഫ്രൂട്ടും വേസ്റ്റ് ചെയ്യാതെ എല്ലാരും കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംഭവം ആയിരിക്കുമല്ലോ. മധുരിടാത്ത ഇത് നമ്മൾ ഹണിയിൽ ഇട്ട് വെച്ചിരിക്കുന്ന കുറച്ച് കാഷ്യൂനട്ടും ഡേറ്റ്സും ആണ്. അയ്യോ, പക്ഷെ അത് കിട്ടാൻ ഞാനിത് അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഡേറ്റ്സ് ഉണ്ടാവും, വീട്ടില് ഡേറ്റ്സ് ഉണ്ടാവുമല്ലോ. ഇത് ഡേറ്റ്സും കാഷ്യൂ ഹണിയും. ലയൺ ഡേറ്റ്സ് ഒക്കെ അല്ലേ? അതേ സെയിം. ഞങ്ങളിവിടെ പ്രിസർവ് ചെയ്യും. അല്ല, ഡേറ്റ്സും കൂടെ ഞാൻ ഇട്ടുന്നേ ഉള്ളൂ. ഒരു ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ഇട്ടുന്നേ ഉള്ളൂ. അതില്ലെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. മാങ്ങ ഇത് കുക്കായി വരുന്നുണ്ട്. അപ്പൊ സാധാരണ ഈ മാമ്പഴ പുളിശ്ശേരി മാങ്ങ അണ്ടി കാണില്ലേ? ചെറിയ മാങ്ങ. ഇത് വലിയ ഇത്ര ഉണ്ടാവുമോ? പായസം റെഡിയായോ? ബാക്കി പ്രോസസ്സിങ്ങേ ഉള്ളൂ. ഇതിലിനി ഇതാ തേങ്ങ ചേർക്കുന്നു ഞാൻ. ഇത് തേങ്ങ ഇല്ല, ഇത് ഒരു മുറി അരച്ചു വെച്ചത്. വേറെ എന്തെങ്കിലും ആവശ്യത്തിനാ? നിങ്ങളപ്പോ ഈ കണക്ക് ജസ്റ്റ് നോക്കിയാൽ മതി. ഇങ്ങനത്തെ ഒരു തവിയുടെ ഒരു തവി 1.5 തവി. അതെ, നിങ്ങൾക്ക് നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ളത്. ഇതിപ്പോ ഞാൻ ഒരു പോർഷനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്.
പക്ഷെ ഇതുവരെ കാര്യം ശ്രദ്ധിച്ചോ, ടേസ്റ്റ് ചെയ്തിട്ടില്ല ഒന്നും, എല്ലാം വെറുതെ അങ്ങോട്ട് ഇടുക. ഇതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ട്. ഉപ്പ് കുറവുണ്ട്. ഈ ലത ചേച്ചിക്ക് കുക്ക് ചെയ്ത് കൊടുക്കുന്നവർക്ക് എന്റെ ടെൻഷൻ ആയിരിക്കും. ആരാണ് ലത ചേച്ചിക്ക് ആരാ കുക്ക് ചെയ്ത് തരുന്നത്? ആരും തരാറില്ല. വെള്ളം തരത്തില്ല. ജീരകപ്പൊടി, ഈ പുളിശ്ശേരിയുടെ ടേസ്റ്റിനൊരു ജീരകപ്പൊടി. മോനെ തൈര് ഉടച്ചത് ആലോചിച്ച് നോക്ക്, മമ്മിയുടെ വീട്ടിൽ ലത ചേച്ചി കഴിക്കാൻ വരുമോ? പച്ച വെള്ളം തരില്ല കേട്ടോ. ഞങ്ങൾ വിളിച്ചാല് ഞങ്ങളുടെ ഭക്ഷണം ഞാൻ പറയും എനിക്ക് അതാ ഇഷ്ടം, വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആരും വിളിക്കാറില്ല എന്നെ, എന്താ അറിയില്ല, ഈ കാരണം കൊണ്ടായിരിക്കാം. ഇനി ഓഫ് ചെയ്തു കേട്ടോ, രണ്ടും ഞാൻ ഓഫ് ചെയ്തു. കോൾഡ് ഡെസേർട്ട് കേട്ടോ. കോൾഡ് ആണോ? നമ്മുടെ ഫ്രിഡ്ജിൽ നമുക്ക് ഇങ്ങനെ ചെയ്ത് വെച്ചാൽ ഒരു ഗസ്റ്റ് വരുമ്പോൾ 2 സ്പൂൺ മിൽക്ക് മെയ്ഡ്, 2 സ്പൂൺ പാല് ഒഴിച്ചിട്ട് ഡെസേർട്ട് ആയിട്ട് കൊടുക്കാം. അപ്പൊ തന്നെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ ഒരു ഐസ്ക്രീം വെച്ച് ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ചോക്ലേറ്റ്. എത്ര നാൾ വേണമെങ്കിലും, ഫ്രിഡ്ജിലാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. പുറത്ത് നമുക്ക് ഭരണിയിൽ ഇട്ട് വെച്ചാലും കുറേ നാളിരിക്കും. മുകളിൽ കുറച്ച് നെയ്യ് ഒഴിക്കണം എന്ന് മാത്രം, കുറേ നാൾ. ഒരു കപ്പ് തൈര്. ഇത് പെട്ടെന്നല്ലേ റെഡിയാക്കേ? ഇത്ര എളുപ്പമാണോ എന്ന് എല്ലാരും ചോദിക്കും. സത്യോ? ഇനി മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പാടാന്ന് പറയരുത് കേട്ടാ. ഇതിൽ ഉള്ളി, വറ്റൽമുളക്, ഇതിന്റെ ആവശ്യമില്ല ശരിക്കും. ഫ്രൈ ചെയ്തത്, കരിവേപ്പില, വറ്റൽമുളകും, വേറെ എന്താ സവാള, കടുകുണ്ട്, അതിലെല്ലാം ഉണ്ട്. വേണമെന്നില്ല, വേണമെങ്കിൽ ഇട്ടാ മതി ഒരു ഭംഗിക്ക്. നമ്മളതാ ഏലക്കപ്പൊടിയാണ്, കുറച്ച് ഏലക്ക പൊടി, ആ സ്മെല്ലിന് ഒരു ഫ്ലേവറിനും. ഇപ്പോഴാണ് ആ പായസത്തിന്റെ മണം വന്നേട്ടാ. സീക്രറ്റ് ഇതാണ്. ഇതിലിനി പാലൊഴിച്ചു. ഓക്കെ, ഇതിന്റെ ക്ലിയർ റെസിപ്പി ഷെഫിന്റെ ബുക്കിലുണ്ട് കേട്ടോ. ലത പാചകം എന്ന് പറഞ്ഞ ബുക്ക് എല്ലായിടത്തും കിട്ടുന്നതായിരിക്കും. ഇത് മാത്രമല്ല, എത്ര റെസിപ്പീസ് ഉണ്ട്? 358 റെസിപ്പി ഉണ്ട്. ഇതിൽ ഒരുപാട് പഞ്ചസാര ഇട്ടിട്ടില്ല. നമ്മൾ ആദ്യം ഇട്ട ഒരു സ്പൂൺ പഞ്ചസാര മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയ മിൽക്ക് മെയ്ഡാണ്. ഈ റെമഡി ഇവിടെ റെമഡി നമ്മൾ ഉണ്ടാക്കുകയാണ്. പാല് കുറുക്കിയിട്ട്, പാലും പഞ്ചസാരയും കൂടെ അടുപ്പിൽ വെച്ച് കുറുക്കിയാൽ എളുപ്പമാണ്. 1 സ്പൂൺ കോൺഫ്ലവറും കൂടി ഇടുക. വെറും ഒരു സ്പൂൺ, 5 ലിറ്റർ പാലുണ്ടെങ്കിൽ 2 സ്പൂൺ കോൺഫ്ലവർ നന്നായിട്ട് കലക്കുക. ഈ പാലിനകത്ത് ഒഴിക്കുക. ഏകദേശം പാലിൻ്റെ അത്ര തന്നെ പഞ്ചസാര ഇടുക. അതായത് 2 ലിറ്ററിന് 1 കിലോ പഞ്ചസാര. എന്നിട്ട് സ്ലോ ഫയറിൽ കുക്ക് ചെയ്ത് വെക്കും. അതാണോ ഈ കണ്ടൻസ് മിൽക്ക്? പിന്നെ അതാണ് കണ്ടൻസ്ഡ് മിൽക്ക്. ഇത് ബുക്കിലുണ്ടോ? എല്ലാം ഉണ്ട് ബുക്കിൽ, റെസിപ്പീസും റെമഡി. ഇതെന്താ പാല് തന്നെ ഞാനൊന്ന് കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടുന്നവരെ ഒഴിച്ചുകൊണ്ടിരിക്കുവാണ്. ഇവിടെ നിൽക്കുക, അടുത്ത സ്റ്റെപ്പ് എന്താ നോക്കിക്കൊണ്ട്. കഴിഞ്ഞു. പായസം ഉണ്ട് റെഡി. ഇങ്ങനത്തെ ടൈപ്പ് മാമ്പഴ പുളിശ്ശേരി കാണുന്നത് നമ്മുടെ വീട്ടില് മാങ്ങാണ്ടി വെച്ചല്ലേ ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ ആദ്യമായിട്ടാ. മറ്റേ ചെറിയ ചന്ദ്രക്കാരൻ മാമ്പഴം വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് നോക്കണ്ട, ഏത് മാമ്പഴം വെച്ചും ഉണ്ടാക്കാം. ഏത് സീസണും വേണമെങ്കിലും മാമ്പഴ പുളിശ്ശേരി റെഡി അല്ലേ? അപ്പൊ ഇനി ടേസ്റ്റിംഗ് ഒരു വലിയ വ്ളോഗൊക്കെ ഉണ്ടാക്കാൻ വന്നത് ഷെഫ് ഇത്രയും സ്പീഡ് ചെയ്ത് നമ്മൾ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഷെഫിനെ കൊണ്ട് ഒരു 10 സാധനങ്ങൾ ഉണ്ടാക്കി. നമ്മുടെ വീട്ടിൽ വിളിച്ചിട്ടേ അവിടെ വെച്ച് സാരി ഉടുപ്പിച്ച് മമ്മീനെ കൊണ്ട് തന്നെ ടേസ്റ്റ് ചെയ്യിപ്പിക്കട്ടെ. എന്തുണ്ട്? സൂപ്പർ. വേറൊരു കാര്യം ഞാൻ പറയട്ടെ, നമ്മൾ ഈ ബുക്കൊക്കെ വാങ്ങിച്ച് നമ്മൾ ചെയ്താലും ആ കൈ കിട്ടില്ലല്ലോ. അതാണ് പ്രശ്നം. അതാണ് ഈ ഷെഫിന്റെ കോൺഫിഡൻസ് കേട്ടാ. ഇനി പ്രിയ ഒന്ന് കഴിച്ചു നോക്ക്. ചോറിലൊഴിച്ച് കഴിച്ചു ചെയ്തപ്പോ എങ്ങനെയായിരിക്കും? എന്തേ ഒരു കൈവള പോടണം, അത്ര ഗംഭീരം ആണല്ലേ. ഈ വള മമ്മി വള വരെ ഇട്ട് കൊടുക്കുന്നു. അയ്യോ, ഇതിക്കുള്ള അംഗീകാരം എന്ത് വേണം? കണ്ടാ, വള വരെ ഇട്ട് അതും കിട്ടി. സൂപ്പറാണോ അമ്മി? സൂപ്പർ. അപ്പൊ ചോറിനോട് എന്തായിരിക്കും? ഇനി പായസം നോക്ക്. മതി, ഈ പായസം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്.
സ്വീറ്റ് ആണല്ലോ. ആ എന്നാലും ഫ്രൂട്ട് പായസം ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയത്. ഇത് മറ്റേ സുരേഷ് ഗോപിയൊക്കെ നോക്കുന്ന പോലെ. ഏതോ വെച്ചിട്ട് പായസം ഉണ്ടാക്കാം, അട ഉണ്ടാക്കാം, കൊഴുക്കട്ട ഉണ്ടാക്കാം. പഞ്ചസാര ഇടണ്ട. അപ്പം പഞ്ചസാര കഴിക്കാൻ പറ്റാത്തവർക്ക് ലാക്റ്റിക് ഷുഗർ നല്ലതാണല്ലോ. ഫ്രൂട്ട്സിൽ ലാക്റ്റിക് ഷുഗർ അല്ലേ, അപ്പം നമുക്ക് അങ്ങനെയും കഴിക്കാം. എല്ലാം ഉണ്ട്. ബുക്ക് ലതപാചകം എന്ന് പറഞ്ഞ ബുക്കാണ്. ബുക്ക് വാങ്ങുക. അത് ഐഡന്റിഫൈ എളുപ്പമാണ്. ഫുൾ ഷെഫിന്റെ ഫുൾ സൈസ് ഫോട്ടോ ഉണ്ട്. അത് മാറ്റമില്ല, സാരി ഒന്നും അല്ല. ഞാൻ ഇവിടെ അടുത്തൊരു വീട്ടിലാണ്. നമുക്ക് അവിടെ പോയി താമസിക്കാം. ഷെഫ് ലതയുടെ വീട്ടിലാ. നല്ല ഫുഡ് കഴിക്കാം. നോക്കട്ടെ, പായസത്തിൽ പ്രിയ കുറച്ച് ഐസ്ക്രീം ഇട്ടിട്ടുണ്ട്. ഞാൻ മൈക്ക് പിടിച്ചു തരാം. എന്താ വീടാ അത് കൊല്ലും കേട്ടാ. വെള്ളമായിരുന്നു. സൂപ്പർ. അതിന് ആകെ കൂടെ 12 മിനിറ്റിൽ ഉണ്ടാക്കിയ സംഭവം. ഒന്നും പറയില്ല. വിഷു സൂപ്പർ ആയില്ലേ? സൂപ്പർ ഡൂപ്പർ. അപ്പൊ നിങ്ങൾ എല്ലാരും ഇത് ട്രൈ ചെയ്തിട്ട് നമുക്ക് എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അയക്കണം, കമന്റ് ചെയ്യണം. അതല്ലാതെ ഷെഫ് ലതയുടെ ബുക്കും വാങ്ങണം. ഏത് ഷെഫിന്റെ ബുക്കിലുള്ള? എന്റെ ബുക്കിലൊക്കെ ഫോർഗോട്ടൻ റെസിപ്പീസാണ്. ഏറ്റവും പഴയ തലമുറയ്ക്ക് മാത്രം അറിയുന്ന, എന്നാൽ പുതിയ തലമുറയ്ക്ക് അറിയാത്തതുമായ വളരെ വളരെ രസകരമായ റെസിപ്പീസ്, വളരെ ചെറിയ സമയം കൊണ്ടുണ്ടാക്കുന്ന കറികളെ. ഇപ്പൊ നമ്മൾ എത്ര സമയം കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത്? സിമ്പിൾ റെസിപ്പീസ്. കട്ട് പറഞ്ഞിട്ടും ഒരാൾ ഇവിടെ നോക്ക് ഒന്നും മിണ്ടുന്നില്ല, മാറി നിന്ന് കഴിക്കുക. അത് ഫ്രൂട്ട് പായസം ഒന്ന് ആലോചിച്ച് നോക്കി. ഹെൽത്ത് കമ്പാരിറ്റീവ്ലി കുറെ കുട്ടികൾക്കൊക്കെ ന്യൂട്രിയൻസും കിട്ടും. ആ സമയത്ത് പഴം കുട്ടികൾക്കൊക്കെ ഇത് കൊടുത്താൽ അവര് കഴിച്ചോളും. ഇത് രണ്ടുപേരും എഴുതി വെച്ച് തരാം. ഈ 2 റെസിപ്പീസും ആൾക്കാരൊക്കെ ട്രൈ ചെയ്യും. ഒരുപാട് പേര് ട്രൈ ചെയ്യും. നമ്മള് ഫ്രൂട്ട് പായസം എന്തായാലും ട്രൈ ചെയ്യും. ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് അല്ലേ അമ്മേ? അത് അങ്ങനെ ഒന്നും ചെയ്യണമെന്നില്ല. പ്രിസർവ് ചെയ്താൽ വെച്ചാൽ മതി. ഇങ്ങനെ കുക്ക് ചെയ്ത് വെച്ചാൽ മതി. അത് പായസം ആക്കാം, ഐസ്ക്രീമിനൂടെ ടോപ്പിംഗ് ആയി കൊടുക്കാം. അതിന്റെ മുകളിൽ ഇപ്പോൾ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ചോക്ലേറ്റ് ഇടണമെന്നോ? അതെ, ഫ്രിഡ്ജ് വെച്ചാൽ മതി. തണുപ്പിച്ച് ഉപയോഗിക്കാം. അത് അടിപൊളിയായിരിക്കും. ഏത്തപ്പഴം, ചക്ക, പിന്നെ ചെറിയ പഴങ്ങൾ ഒക്കെ പറമ്പിലുണ്ടായിരുന്നു അമ്മയുടെ വീട്ടിൽ, സീതാപ്പഴം വരെ. അപ്പോൾ ഈ അമ്മയുടെ അമ്മ അത് നെയ്യിൽ വരട്ടി വെക്കും. എന്നിട്ട് ആവശ്യം വരുമ്പോൾ പായസവും അടയൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു. ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർക്കും. അപ്പോൾ എല്ലാ ഫ്രൂട്ട്സിനും കൂടെ ടേസ്റ്റ് വരുന്ന ഒരു ഉണ്ണിയപ്പം മുത്തശ്ശിയുടെ മാത്രമാണ്. പിന്നെ ഞാൻ കഴിച്ചിട്ടില്ല. അമ്മമ്മ മരിച്ചതിന് ശേഷം അങ്ങനത്തെ ഒന്നും കഴിച്ചിട്ടില്ല. ഉണ്ണിയപ്പം സ്പീഡിലുണ്ടാക്കും ഉണങ്ങലരി കൊണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഫാമിലി റെസിപ്പീസ് കുറച്ചും കൂടെ മോഡിഫൈ ചെയ്തു. പിന്നെ ഇതിൽ തന്നെ ഇപ്പം നമുക്ക് കിട്ടാത്തൊരു സാധനമുണ്ട്, ഓടവാഴയ്ക്ക പറഞ്ഞിട്ട്. അന്ന് വീടുകളിലൊക്കെ നേന്ത്രപ്പഴം ഉണ്ടാവും. ഈ നേന്ത്രപ്പഴം പഴുത്ത് കഴിച്ച് ബാക്കി ചീഞ്ഞു പോവുക. അതെന്ത് ചെയ്യും? നേന്ത്രപ്പഴം എങ്ങനെ നമ്മൾ ഒന്ന് നടു കട്ട് ചെയ്യുക. നേന്ത്രപ്പഴത്തിന് എന്നിട്ട് വിളർത്തി എടുത്തിട്ട് ചുക്കും ജീരകപ്പൊടിയും കൽക്കണ്ടപ്പൊടിയും കൂടെ ചേർത്തിട്ട്, അല്ലെങ്കിൽ തേന് ചേർത്തിട്ട്, അല്ലെങ്കിൽ അങ്ങനെ തന്നെ നല്ല വെയിലിട്ട് ഉണക്കുക. എന്നിട്ട് സൂക്ഷിച്ച് വെക്കുക. നമുക്ക് ആവശ്യമുള്ളപ്പോൾ പായസം വെക്കാം, അടയുണ്ടാക്കാം, ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു നേരുന്നു. എല്ലാവരും ഈ വിഷു ഷെഫ് ലതയുടെ പുതിയ ഡിഷ് ട്രൈ ചെയ്യണം. ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ അയക്കണം. ആൻഡ് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. വിഷു എന്ന് പറഞ്ഞൊരു പുതു വർഷമാണല്ലോ. സോ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയറും പ്രോസ്പെറസ് ഇയറും നേരുന്നു. പ്രാണയുടെ സാരി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. അത് നിങ്ങൾ പ്രാണേനെ കോൺടാക്ട് ചെയ്ത് അതും കിട്ടും. എന്തായാലും ഒരു അടിപൊളി ദിവസമായിരുന്നു. ചെറുതാണെങ്കിലും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഈ മമ്മി വിഷുവിന് വിഷു ആണല്ലോ, വേറെ സ്ഥലത്താണ്. അതെ, അതിന് മുമ്പോ അല്ലെങ്കിൽ അതിന് പിന്നീടോ ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഷെഫ് ലതയുടെ ബുക്ക് മമ്മിയുടെ കയ്യിലുണ്ട്. അതിലുള്ള ഒരു 3 റെസിപ്പീസ് നമ്മൾ ഉണ്ടാക്കാം, ഇൻക്ലൂഡിങ് ദിസ് ഫ്രൂട്ട് പായസം. ഓക്കെ, അപ്പൊ നമുക്ക് കാണാം. എല്ലാവർക്കും വൺസ് അഗൈൻ ഹാപ്പി വിഷു. അപ്പൊ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, ബൈ.